ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രേണുസുധിയും കിച്ചുവും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ കണ്ടിരുന്നു. കിച്ചുവിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് കാരണം രേണുസുധിയും കുടുംബവും മാത്രമാണ്, അല്ലാതെ വേറെ ആരുമല്ല. ആ കിച്ചു അതിൽ വ്യക്തമായിട്ട് ലൈഫ് സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അത് കേട്ട് കഴിഞ്ഞാൽ കണ്ണ് നിറയത്തവരായിട്ട് ആരും കാണത്തില്ല. ആ ഒറ്റപ്പെട്ടുള്ള ആ ഒരു ജീവിതം എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ, അത് എത്രത്തോളം ഭയാനകമാണെന്നുള്ളത് ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓരോ ഇൻ്റർവ്യൂവിലും സോഷ്യൽ മീഡിയയിലുള്ള ഏതൊക്കെ ഓൺലൈൻ മീഡിയസാണോ അതിനകത്തൊക്കെ വന്ന് എന്തൊക്കെയാണ് ഇരുന്ന് പറയുന്നത് രേണു. നിങ്ങൾ അത് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കോണ്ടാക്റ്റിലുണ്ട്, അതാണ് ഇതാണ്. എൻ്റെ കിച്ചുവിനെ പറയുന്നു ഒരു കോണ്ടാക്റ്റും ഇല്ല. ഫസ്റ്റ് ഇപ്പം ആദ്യം മുതലൊക്കെ പറയുകയെന്നുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അമ്മ പോയി, രണ്ടാമതൊരു കല്യാണം കഴിച്ചു സുധിച്ചേട്ടൻ, അതും എന്തോ ഇഷ്യൂസ് കാരണം പോയി. അതേപോലെ മൂന്നാമതാണ് രേണു വരുന്നത്, അതും രണ്ടാമത്തെ ഭാര്യ ഉള്ളപ്പോൾ തന്നെ ആ സുധി എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിലേക്ക് കടന്നു കൂടിയ ഒരു വ്യക്തിയാണ് രേണു. നിങ്ങൾ ഒരു കുടുംബം തുലച്ചിട്ടാണ് നിങ്ങൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അത് ആദ്യത്തെ തെറ്റ്. രണ്ടാമത് ആ കിച്ചു എന്ന് പറയുന്ന കുട്ടിയോട് നിങ്ങൾ കാണിച്ച ക്രൂരത. ആദ്യം കാര്യം കാണാൻ വേണ്ടി സൈക്കോളജിക്കലി നിങ്ങൾ കുറച്ച് മൂവ്മെൻറ്റ് നടത്തി. ആദ്യം ആ കുട്ടിയെ കയ്യിലെടുക്കാനായിട്ട് സോപ്പിട്ട് വിളിച്ചു, സംസാരിച്ചു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അഭിനയിച്ചു, കാണിച്ചു ഒക്കെ കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു മകനോട്, മോനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ, ഈ ആളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്, മോനെ ഇഷ്ടമാണോ? അന്നത്തെ രേണുവിൻ്റെ ആ ഒരു പെരുമാറ്റം അത് കാരണം കിച്ചുവും സമ്മതിച്ചു. ഇപ്പം എന്തായി? കല്യാണം കഴിഞ്ഞ ആദ്യ സമയമൊക്കെ ഭയങ്കര രസമായിരുന്നു, നല്ല ലൈഫായിരുന്നു എന്നാണ് പറഞ്ഞത്. പതിയെ കുറേ പ്രശ്നങ്ങൾ വന്നു. എങ്ങനെ? അച്ഛനും മകനും സംസാരിക്കാൻ പാടില്ല. അതെവിടുത്തെ നിയമമാണ്? രണ്ടാനമ്മയായിക്കോട്ടെ സ്വന്തം അമ്മയായിക്കോട്ടെ, മക്കൾ അച്ഛന്മാരോട് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന അമ്മയ്ക്ക് യാതൊരു അവകാശവും ഇല്ല. അതുപോലെ തന്നെ അച്ഛന്മാർക്കും അവകാശമില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കണം. അത് പോയിട്ട് നിങ്ങൾ കോട്ടയത്തോട്ട് മാറി, കൊല്ലത്തു നിന്ന് കോട്ടയത്തോട്ട് മാറിയതിന് ശേഷം ആദ്യമൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ എല്ലാവരുടെയും സ്വഭാവം, അതായത് രേണുവിൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി ഭർത്താവ്, മക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടിയെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ആ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു റൂമിനകത്തായിപ്പോയി. എന്ത് വിഷമം ഉണ്ടായിരുന്നാലും ആ കുട്ടിക്ക് വിളിച്ച് പറയാൻ ഒരാളുണ്ടായിരുന്നു ഒരു കാലത്ത്. അതിൻ്റെ സ്വന്തം അച്ഛൻ സുധിച്ചേട്ടൻ. പെട്ടെന്നൊരു ദിവസം പറയുക അച്ഛൻ മകനോട്, ഇനി മുതൽ ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ മോൻ എൻ്റെ കൂടെ വരണ്ട. ആ അച്ഛൻ എന്തുമാത്രം വേദനയോടെ ആയിരിക്കും മകനോട് അങ്ങനെ ഒരു വാക്ക് പറയേണ്ട അവസ്ഥ വന്നത്. ആ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തതാര്? രേണുവല്ലേ. ഈ 10 പേരുണ്ട് ആ കുടുംബത്തിൽ, ഋതുപ്പൻ ഉൾപ്പെടെ എല്ലാവരും 10 പേര്. അവരുടെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചേർത്ത് നോക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് എത്ര രൂപയായിരിക്കും ആ മനുഷ്യൻ മുടക്കിയിട്ടുണ്ടായിരിക്കുക? അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ സ്നേഹബന്ധങ്ങളോ ഒന്നുമല്ല, കാശുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് വെറുതെയാണ്. വെറുതെ എന്ന് വെച്ചാൽ വെറുതെ. കുറച്ച് നാളെല്ലാവരും കൂടെ കാണും, അത് കഴിഞ്ഞിട്ട് അവരെല്ലാം കാലം മാറിപ്പോവുകയും ചെയ്യും. ഈ കിച്ചുവിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ്. സ്വന്തം കുഞ്ഞായ ഋതപ്പനെ പോലും നേരിച്ചു പോയി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി പോകുന്ന സമയത്ത് നിങ്ങളുടെ മോനോട് പറഞ്ഞു ഞാൻ പോവാം എന്ന് പറയുമ്പോൾ പോലും നിങ്ങളെവിടെയെങ്കിലും പോകും എന്നുള്ള രീതിയിലാണ് ആ കുഞ്ഞിൻ്റെ ആ ഒരു പെരുമാറ്റം. കരഞ്ഞുകൊണ്ടല്ല, അതൊരു അമ്മയ്ക്കും ഒരു മിനിറ്റ് പോലും ഇത്ര ദൂരയാത്ര ഇത്രയും ദിവസത്തോളം മാറി നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതേസമയം പോവാന്നും പറഞ്ഞിട്ട് പോകുമ്പോൾ എന്ത് വ്യത്യാസമാണ് ആ കുഞ്ഞിലുള്ളത്? അവനൊന്ന് കരയോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കോ ഒന്നും ചെയ്യുന്നില്ല.
ആ കുഞ്ഞ് ആ ഫോണിന് അഡിക്റ്റാണ്. ആ ഫോണും പിടിച്ച് തണ്ട് ഇങ്ങനെ ഞെക്കി ഞെക്കി ഇരിക്കുക. അതാണോ ഒരമ്മ? ഒരമ്മയുടെ ഉത്തരവാദിത്വം അത്രേ ഉള്ളോ? പ്രസവിച്ചാൽ മാത്രം ഒരിക്കലും ഒരു അമ്മയാകത്തില്ല. ആ കുഞ്ഞിനോട് പോലും നിങ്ങൾക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. ഭയങ്കരം തന്നെ. കിച്ചുവിനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക, എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം എനിക്ക് എന്തൊക്കെ ഫീലിങ്സ് ആ സമയത്ത് തോന്നിക്കാണുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ചേലും മനുഷ്യത്വം ഉള്ളവർ ഈ ഒരു കാര്യത്തിൽ റിയാക്ഷൻ ചെയ്യാതിരിക്കത്തില്ല. കിച്ചുവിനോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് രേണു ആയിക്കോട്ടെ, രേണുവിൻ്റെ വീട്ടുകാരായിക്കോട്ടെ ഒക്കെ പുച്ഛിച്ച് തള്ളി അകറ്റി നിൽക്കുന്നുണ്ടോ, അതൊരു വാശിയാക്കി എടുത്ത് നല്ല രീതിയിൽ പഠിത്തത്തിൽ ആ ഫോക്കസ് കൊടുത്ത് ആ വാശി പഠിത്തത്തിലും കാണിച്ച് നല്ല രീതിക്ക് മുന്നേറി വരിക. നാളെ കിച്ചു ഒരു നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ ഈ അകറ്റി നിർത്തിയവർ തന്നെ പുറകെ വരുന്നൊരു സമയം വരും. അതൊരിക്കലും വിദൂരമല്ല കിച്ചു, ഒരിക്കലും വിദൂരമല്ല. അപ്പോൾ സ്വന്തം അച്ഛൻ മരിച്ച കാര്യം മോനെ വിളിച്ച് പറയുന്നു, മോനോട് പറയുന്നു. അപ്പോൾ അനൂപ് എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചു എന്ന് പറയുന്നു. രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ആ കിച്ചുവിൻ്റെ ആ മുഖത്തുണ്ടായിരുന്ന ആ ഇപ്പോഴും പറയുമ്പോൾ ഉള്ള ആ വിഷമം, അവൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട ആ സമയം, ആ സമയത്ത് എന്തായിരിക്കും കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാകും. കിച്ചു തന്നെ പറയുന്നു, ഒരു തണുപ്പ് കാലിൽ കൂടെ കയറിപ്പോകുന്ന പോലെ തോന്നി. അതിന് ശേഷം ഒരു ബില്ല് കൊണ്ടു കൊടുക്കുന്നു. ആര്? തങ്കച്ചൻ, നല്ല ബെസ്റ്റ് അപ്പൂപ്പൻ. മരുമകൻ മരിച്ച നല്ലൊരു അമ്മായിയപ്പനുമാണ്. മരുമകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു ഫേക്കായിട്ടുള്ളൊരു ബില്ല് കൊണ്ടു കൊടുത്തേക്കുന്നതും സ്വന്തം മോൻ്റെ കയ്യിൽ. ഒരു മനുഷ്യജന്മങ്ങളാണോ നിങ്ങളൊക്കെ? മൃഗങ്ങളെ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ ആ കുട്ടിയോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവന് ആ ഒരു ഡിപ്രഷനിലോട്ട് പോയതും അവൻ്റെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് പോലും വല്ലാത്ത രീതിയിൽ വല്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്ന രേണു നിങ്ങളാണ്, അതിലൊരു സംശയവുമില്ല. ഇപ്പം വന്നിരുന്ന് മോങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പറയുന്ന കിച്ചു ഇത്ര നാളും ഒന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. പക്ഷെ അവർ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാ? രേണുവാണ്. എങ്ങനെ വന്നു ആ സാഹചര്യം? നിങ്ങളുടെ പുതിയ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, എല്ലാത്തിനകത്തും സബ്സ്ക്രിപ്ഷൻ. എന്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷന്? ഇതെടുത്തിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? ആ കുട്ടിക്ക് സ്വന്തം കൂട്ടുകാരുടെ അമ്മയെപ്പോലും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിങ്ങൾ കൊണ്ടെത്തിച്ചു. നാളെ ഋതപ്പനും വലുതായി വരുമ്പോൾ ഈ വീഡിയോസ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ പോകുന്നില്ല. അല്ലെ മീറ്റ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അത് എത്ര വർഷം എടുക്കും അതൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ? അത് നിങ്ങൾക്കറിയോ? ആ കുഞ്ഞ് നിങ്ങളോട് ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? മോനെ, എനിക്ക് കാശ് വേണമായിരുന്നു. ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ഭർത്താവ് മരിച്ചതായിട്ട് ഈ ഭൂമിയിലുള്ളത്. പലരും ഉണ്ട്, പേഴ്സണലി എനിക്കറിയാവുന്ന പലരും ഉണ്ട്. അവരൊക്കെ അന്തസ്സായിട്ട് നല്ല രീതിക്ക് അവർ പഠിച്ച ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ച് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് അവരുടെ മക്കളെ വളർത്തി പോറ്റിക്കൊണ്ടുവരുന്നത്. നിങ്ങൾക്കത് വയ്യാഞ്ഞിട്ടാണോ? ഏവിയേഷൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ആ രീതിക്ക് നിങ്ങൾക്ക് നോക്കിക്കൂടെ? ഗ്രൗണ്ട് സ്റ്റാഫായിട്ടാണെങ്കിലും നിങ്ങൾക്ക് കയറാൻ പറ്റുമല്ലോ അവിടെ എയർപോർട്ടിൽ. ഇന്ന് വന്നിരുന്ന് എന്തിനാണ് നിങ്ങൾ മുങ്ങിക്കരഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത്? കിച്ചു എല്ലാം പറഞ്ഞപ്പോൾ എല്ലാം പാളിപ്പോയി അല്ലേ? നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല. ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡ്രഗ്സ് അഡിക്ഷൻ്റെ കാര്യമെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്ത് നിൽക്കുമ്പം നിങ്ങൾ വിചാരിച്ചില്ല കിച്ചു ഇങ്ങനെ വന്ന് പറയുമെന്ന്.
പക്ഷെ ആ സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നതിന് 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അത് മറക്കരുത്. ഇപ്പം എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും എന്നും പറഞ്ഞ് ഇങ്ങനെ കുനിയുന്നുണ്ട്. എന്തോ എടുക്കുന്നത് ഗ്ലിസറിനാണോ? മനസ്സിൽ തട്ടിയിട്ട് പറയുന്നതും മനസ്സിൽ തട്ടാതെ പറയുന്നതും അത് കാണുന്നവർക്ക് മനസ്സിലാവും. അത് നിങ്ങൾ വിചാരിക്കണം. എപ്പോഴും എല്ലായ്പ്പോഴും ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല രേണു. അങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ അവർ മണ്ടന്മാർ അല്ലെങ്കിൽ മണ്ടികൾ, അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചേലും ബുദ്ധിയുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ആ ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് ഒരു തുള്ളി കണ്ണീരെങ്കിലും വന്നിട്ടുണ്ടോ? കണ്ണിൻ്റെ ഇത് വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡിൽ നിന്നാണ് പെട്ടെന്ന് കണ്ണീര് വരുന്നതെന്നുണ്ടെങ്കിൽ ഒറിജിനൽ, വലത്തെ സൈഡിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫേക്ക്. ഏവിയേഷൻ പഠിച്ചല്ലേ, സൈക്കോളജി അതിനകത്തും പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ അത് പറയാത്ത? ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയാ ഓൺലൈൻ മീഡിയ കാട്ടിക്കൂട്ടുന്നത്. ഒരു ദാസേട്ടൻ കോഴിക്കോട്, ഇവര് കൊടുക്കുക ദാസേട്ടാ അമ്മ പറയുമ്പോഴത്തേക്ക് എന്താ ഒരു സന്തോഷം. ആ ഒരു സ്നേഹവും പരിഗണനയും ആ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒന്നും വേണ്ട, സ്വന്തം മക്കൾക്കെങ്കിലും നിങ്ങളും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കിച്ചുവിനെ മാത്രമായിരിക്കും. ഇനി കിച്ചു ആയിരിക്കണം തീരുമാനിക്കേണ്ടത്. കിച്ചുവിൻ്റെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാനേ പോകണ്ട. ഋതുപ്പനെ ഇഷ്ടമാണ്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഋതുപ്പൻ്റെ കാര്യവും നോക്കി രേണു കാണിക്കുന്ന പല കാര്യങ്ങൾ കാരണം പലരും, ഞാൻ ഉൾപ്പെടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ വീഡിയോ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിപ്പോൾ തെറ്റാണെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോഴെങ്കിലും തുറന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നന്നായെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കുറച്ച് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഇത് ഇവിടം വരെ എത്തത്തില്ലായിരുന്നു. സ്വന്തം മരുമകൻ മരിച്ചു കിടക്കുമ്പോൾ തങ്കച്ചോ എങ്ങനെയാ 5 സ്റ്റാർ ഹോട്ടലിലുമൊക്കെ പോയി ഫുഡ് അടിച്ച് അർമാദിക്കാൻ പറ്റുന്ന? ശരിക്കും പറഞ്ഞാൽ ഒരച്ഛനാണോ നിങ്ങൾ? സ്വന്തം കൊച്ചുമോനോടല്ലേ നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിച്ചു? ഋതുപ്പനോട് സാധിച്ചിട്ടില്ല, രേണുവിന് സാധിച്ചിട്ടില്ല. എല്ലാവരും മനസ്സിലാക്കും. കള്ളം ഒരിക്കലും മൂടി വെക്കാൻ പറ്റത്തില്ല. ഒരു നാൾ അത് മറ നീക്കി പുറത്തു വരും. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളെല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കിച്ചു ഉള്ളതുപോലെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളതിലും ഞങ്ങളുടെ മനസ്സിൽ അത് നല്ല രീതിക്ക് തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കരഞ്ഞ് മെഴുകിയിട്ട് യാതൊരു കാര്യമില്ല. ഇനി എങ്കിലും ആ കുഞ്ഞിനോട് നീതി പുലർത്താനെങ്കിലും ശ്രമിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ വന്ന് കള്ളത്തരം പറഞ്ഞ് ഇരിക്കരുത്. എനിക്കിത്രേ പറയാനുള്ളൂ. കിച്ചു നല്ല രീതിക്ക് മുന്നോട്ട് വരിക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും താങ്ക് യു.